വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മുടെ ഫിസിക്സിലെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഗ്രാഫ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇതുപോലൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ അയ്യോ എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വളരെ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഓഫ് എ ബോൾ അല്ലേ, ഹാവിങ് മാസ് 20 gram അല്ലേ. മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? ഇസ് ഈക്വൽ ടു 20 gram. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാമിന് അങ്ങോട്ട് കിലോഗ്രാമിലോട്ട് മാറ്റാം അല്ലേ. എന്തിനാ മാറ്റുന്നത്? കാരണം SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. എങ്ങനെയാണ് കിലോഗ്രാമിലോട്ട് മാറ്റുക? 20/1000 ചെയ്താൽ മതി അല്ലേ. 20നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തിലോട്ട് മാറ്റാൻ പറ്റും? കിലോഗ്രാമിലോട്ട് മാറ്റാം. ദെൻ വി വിൽ ഗെറ്റ് 0.02 കിലോഗ്രാം എന്ന് നമുക്ക് മാസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. ഹൗ മച്ച് ഫോഴ്സ് ഡസ് ദ ടേബിൾ എക്സർട്ട് ഓൺ ദ ബാൾ ടു ബ്രിങ് ഇറ്റ് ടു റെസ്റ്റ്? ബോളിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റെസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആക്കുക എന്നാണ്. അതായത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടു റെസ്റ്റ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എഴുതി കൊടുക്കണം അവിടെയുള്ള V0 എന്നാണ് തന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫോഴ്സ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. F is equal to m into a ചെയ്താൽ മതി അല്ലേ. m into a, ദാറ്റ് മീൻസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇവിടെ ഓൾറെഡി ഗിവൺ. ആൻഡ് നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഈസ് എ ടാസ്ക് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A is equal to V minus U divided by T ആണ് അല്ലേ. V minus U divided by T ആണ്. സോ V നമുക്കറിയാം. ടൈം നമുക്കറിയോ? അറിയില്ല. യു അറിയോ? അറിയില്ല. പക്ഷേ ഇതിനൊരു ഹിന്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ദാറ്റ് മീൻസ് ബോളിൻ്റെ തുടക്കത്തിലുള്ള വെലോസിറ്റി ആണ് അല്ലേ. ബോളിൻ്റെ തുടക്കത്തിലുള്ള വെലോസിറ്റി ദാറ്റ് ഈസ് 20 cm/s. അവിടെയും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും അല്ലേ. യു ഇസ് ഈക്വൽ ടു 20 cm/s ആണ്. നമുക്ക് എവിടേക്ക് വേണം? മീറ്ററിൽ വേണം നമ്മുടെ വാല്യൂ. അതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 100. സോ എന്ത് നമുക്ക് കിട്ടും? 0.2 m/s നമുക്ക് യു കിട്ടി. ഇനി ടി ആണ് വേണ്ടത് അല്ലേ. ടി എന്ത് ചെയ്താൽ മതി? നോക്കിക്കോ, യു വി ആവാൻ എടുത്തിട്ടുള്ള സമയം നോക്കിക്കോ അല്ലേ. അല്ലെങ്കിൽ ഇതിൻ്റെ മോഷൻ എടുത്തിട്ടുള്ള സമയം നോക്കിക്കോ. ഇവിടെ നിന്നാണ് അല്ലേ മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെത് 0 to 10 seconds. സോ ടൈമും കിട്ടിക്കഴിഞ്ഞു. ടൈം ഇസ് ഈക്വൽ ടു 10 seconds. സോ സിംപ്ലി നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു V minus U divided by T. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 minus 0.2 divided by 10 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു -0.2 divided by 10. ദാറ്റ് മീൻസ് -0.02 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും അല്ലേ. 0.02 m/s² നമുക്ക് ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞു. കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 0.02 കിലോഗ്രാം ആണ്. അതേ ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ് കിട്ടിയത്? 0.02. ഈ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് കേട്ടോ. അതവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. നെഗറ്റീവ് ആയതിന് റീസൺ എന്താണ്? നമ്മളുടെ സ്പീഡ് കുറഞ്ഞു വരാനല്ലേ. തുടക്കത്തിൽ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 0 ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വന്നത് കേട്ടോ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ആൻസർ എന്ത് വരും? 0.0004 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. നെഗറ്റീവ് ഇടാൻ മറക്കണ്ട. നെഗറ്റീവ് ഇൻഡിക്കേറ്റീവിൻ്റെ റീസൺ എന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത് വെലോസിറ്റി കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നും ഞാൻ നിങ്ങളോട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? കമൻറ്റ് ബിലോ. താങ്ക് യു സോ മച്ച്. ബൈ.